ഹലോ ഗായ്സ്, ഇന്നാണെങ്കിൽ നല്ല മഞ്ഞൊക്കെ പെയ്യുന്ന ഒരു ദിവസമാണ്. തുടക്കം ഇതിൽ നിന്ന് തന്നെ ആകട്ടെ. പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോണ വഴിയാണ്. കുറച്ച് ദൂരമുണ്ട്, ഇത് 1 കിലോമീറ്റർ ഇല്ല, 1 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. ഞാൻ താമസിക്കുന്ന സ്ഥലം ക്യാൻമോർ എന്ന് പറയും, ബാൻഫിൻ്റെ അടുത്തേക്കായിട്ട്. നല്ല നൈസാണ്, വൈബ് സ്ഥലമാണ്. ആണ് ഇവിടുത്തെ ഇതെല്ലാം വ്യൂ ഒക്കെയാണ്, രക്ഷയുമില്ല. ഇവിടുത്തെ ഒരു ഹോട്ടലാണ് ഇതീ കാണുന്നത്, ബ്രിജിറ്റെ എന്നൊക്കെ പറയും. ഇതൊക്കെ നമ്മുടെ മലയാളിയുടെ തന്നെ. ഞങ്ങൾക്ക് ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞൊരു 3-4 കിലോമീറ്റർ ചുറ്റളവ്. ഇങ്ങനെ സ്പ്രിംഗ് ക്രീക്ക് എന്നാണ് പറയുന്നത്. ഇതിനൊക്കെ ഉണ്ട് ഇതിനൊറ്റ മുതലാളി. അതായത് ഇതൊക്കെ ഞങ്ങളുടെ മുതലാളി തന്നെ പണിയും, പുല്ല് തന്നെ വിൽക്കും, കുറേയൊക്കെ ലീസ് ചെയ്യും, ഇവിടത്തേക്ക് പരിപാടികൾ അങ്ങനെ. ഞാനിവിടുത്തെ ഒരു ഹോട്ടലിൽ ഹൗസ് കീപ്പിങ്ങിൻ്റെ സൂപ്പർവൈസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പഠിച്ചത് ഹോസ്പിറ്റാലിറ്റിക്ക് തന്നെ. അപ്പോൾ ആദ്യമൊക്കെ ടൊറൻറ്റോ ആയിരുന്നു, ബേസ് ടൊറൻറ്റോ ആയിരുന്നു. പിന്നെ ഇങ്ങടേക്ക് ഒരു ജോലി ഇട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങടേക്ക് പോന്നു. അപ്പോൾ ഇന്നാണെങ്കിൽ ഇപ്പോൾ തിരക്കില്ല, നല്ലതാണ്. ഇത് നല്ല ലോയാണ് ഒക്യുപ്പൻസിയൊക്കെ. നേരത്തെ വീട്ടിൽ പോകുന്നു, നേരത്തെ വീട്ടിൽ വെക്കണം പറഞ്ഞു, വേറെ പണിയൊന്നുമില്ല. അവിടെ നിന്ന് ബോറടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വരാന്തോ. ഞാൻ ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാട്ടാ. ഇവിടുത്തെ വ്യൂ നമ്മളല്ലേ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ചുറ്റും മലകളാണ്, ചുറ്റും മലകൾ. ഈ മലകളെയാണ് 3 സിസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. എന്തോ മലകൾ, എന്താ സെറ്റപ്പ്. ഒക്കെ ഓരോരോ ലോഡ്ജുകളാണ്. ലോഡ്ജുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ ഓരോരുത്തർ മേടിക്കുകയൊക്കെയാണ്. ഇതൊക്കെ ഓരോരുത്തർ മേടിച്ചാണ് പ്രോപ്പർട്ടികളാണ്. ഓരോരുത്തർ കോണ്ടോ ആയിട്ടും അപ്പാർട്ട്മെൻ്റ് ആയിട്ടൊക്കെ മേടിച്ചാണ്. ഇത് പണി നടന്നുകൊണ്ടിരിക്കണം പറഞ്ഞാൽ, ഇത് പണിയാൻ പോകണമെന്ന് പറഞ്ഞാൽ പണി നടക്കണു. ഇതിൻ്റെ പണി ഏകദേശം തീരാറായി. ഇതൊക്കെ ഒരു 3-4-5 മാസം കൊണ്ടാണ് ഈ പരിവായത്, പരുവത്തിലേക്ക് എത്തിച്ചത്. രക്ഷയില്ല, നൈസാണ്, നൈസ് വ്യൂ ഒക്കെയാണ്. സ്ഥലം ഒരു രക്ഷയില്ല. അപ്പം ഇതിൻ്റെ അടുത്തൊരു ട്രെയിലർ ഹോമുകളുണ്ട്. നമ്മുടെ സ്റ്റാഫിന് തന്നെ ഇവിടെ പണിയണ എല്ലാവർക്കും പറ്റിയത്. അത് നമുക്ക് ഇങ്ങനെ തന്നേക്കാണ് മുതലാളി. ഇങ്ങനെ ചെറിയ നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാൻ പറഞ്ഞ ടൈപ്പിൽ ട്രെയിലർ ഹോമുകളില്ലേ, അതൊക്കെയാണ് നമുക്കിവിടെ തന്നേക്കണം. അപ്പം വരുമ്പോൾ തന്നെ ഇവിടെയാണ്. ഇപ്പം നമുക്ക് പുതിയൊരു അക്കോമഡേഷൻ ശരിയായിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടേക്ക് മാറും 20-ാം തീയതി. അതുവരെ ഇവിടെയാണ് താമസം. ഞാൻ ഇപ്പോൾ വന്നിട്ട് ഇവിടെ ഒരു 5 മാസമായിട്ടുള്ളൂ. തണുപ്പൊരു രക്ഷയില്ല, നെല്ല് മഞ്ഞ്. ഭയന്ന് പുക വേണം കാണിച്ചു തരാട്ടാ. സിഗരറ്റ് പോലും വലിക്കണ്ട, വെറുതെ ഭയന്ന് പോകും, അത്ര സെറ്റപ്പാ. ഇന്നാണ് സ്നോയിങ്. ഇപ്പോൾ 2 ദിവസമായിട്ട് സ്നോ ഒന്നും ഇല്ലായിരുന്നു. കയ്യൊക്കെ ഓൾമോസ്റ്റ് മെരേജിന് പനി വേണ്ട. ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ ഫോൺ ഞെക്കാൻ പറ്റില്ല. പിന്നെ ഇത് ഞാനിപ്പോൾ ആദ്യമായിട്ട് യൂട്യൂബ് വീഡിയോ എടുക്കണമെന്നുണ്ട്. നല്ല സെൽഫീസൊക്കെ വേണം. പക്ഷെ എനിക്കെല്ലാം മേടിക്കാനും മടി, എനിക്ക് എന്തെങ്കിലും ചെയ്യാനും മടിയാണ്. അതിൻ്റെ ഓരോരോ ചെറിയ മടികൾ, വേറെ വിഷയമൊന്നുമില്ല. അങ്ങനെ ഞാൻ അടുത്ത് കാണിച്ചുതരാം ട്രെയിലർ ഹോമുകൾ. കണ്ട, ഇതാണ് ട്രെയിലർ ഹോമുകൾ എന്ന് പറഞ്ഞാൽ. ഇതങ്ങനെ കുറേ ഉണ്ട്. ഈ സൈഡിലേക്ക് പിന്നെ ഈ സൈഡിലേക്ക് കണ്ട, ഇത് കുറേ ഉണ്ട്. നമ്മളിതിൻ്റെ ബാക്കിലാണ്. നമ്മൾ ആദ്യം ആ സൈഡിലായിരുന്നു, പിന്നെ നമ്മൾ ഇതിൻ്റെ സൈഡിലേക്ക് തട്ടി. കാരണം ആ സൈഡിൽ നിന്ന് ഇത് പൊളിച്ചു തുടങ്ങണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിയിൽ കണ്ട, ഇത് നോക്കിയാൽ കാണാം, അടിയിലൊക്കെ മറ്റേ മരത്തിൻ്റെ മുട്ടിക്കഷ്ണം വെച്ചിങ്ങനെ നിർത്തിയേക്കാണ് താങ്ങി. കാരണം ഇതൊക്കെ ഓൾറെഡി മറ്റേ ട്രെയിലറിൽ കെട്ടി വലിക്കും. വീടൊക്കെ എടുത്തുകൊണ്ട് പോകണം, കണ്ടിട്ടില്ലേ? അതേ സെറ്റപ്പിൽ ഇതൊക്കെ അങ്ങനെ തന്നെ കൊണ്ടുപോകും. അപ്പോൾ അതാണ് സെറ്റപ്പ്. ഇവിടെയൊക്കെ ഓൾറെഡി സ്ലിപ്പാണ്. കാരണം കഴിഞ്ഞ തവണ പെയ്ത മഞ്ഞുതരം ഒലിച്ചു പോയുള്ളൂ. അത് ബ്ലാക്ക് ഐസായിട്ട് കിടക്കാൻ നോക്കി കണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ എല്ലാം കുത്തി കഴിച്ചു. ഇതൊക്കെ നമ്മുടെ പണിക്കാർ താമസിക്കണ ഇതൊക്കെ തന്നെ. കുഴപ്പമില്ല, ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെന്ത്, ഇവിടെ ഇങ്ങനെ ഓരോ ദിവസം ഓരോ വെതറായിരിക്കും. ഇന്നലെ ഇപ്പോൾ അത്യാവശ്യം നല്ല വെയിലായിരുന്നു. ഇന്നിപ്പോൾ നല്ല മഞ്ഞ് വെയിലുണ്ട്. അത് രാത്രി ആകുമ്പോഴേക്കും ഫുള്ളി സെറ്റ് ആയിക്കോളും. അമ്മേ ആരും മേടിക്കണ്ട, ഒന്ന് സ്ലിപ്പായതാ. ഇതൊക്കെ മറ്റേ ബ്ലാക്ക് ഐസ് ആയി കണ്ടാ, അതൊക്കെ തന്നെ തെന്നിപ്പോവും. എൻ്റെ ആണെങ്കിൽ വിൻ്റർ ഷൂസും ഇല്ല. ഇതാണ് നമ്മുടെ വീട്. ഞാനും എൻ്റെ കൂടെയുള്ള 2 സൂപ്പർവൈസർമാരാണ് ഇപ്പോൾ താമസിക്കുന്നത്. കുഴപ്പമില്ല, നൈസാണ്. ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ, 3 ചെറുക്കന്മാർ.
ഒരു വീട് ഫുള്ളായിട്ട്. അവർ രണ്ടൊരു ഷെയറിങ്, ഞാൻ സിംഗിൾ റൂം. ബാക്കി വീടിൻ്റെ അകത്ത് നിന്നിട്ട് പറയാവേ. താക്കോൽ എടുക്കട്ടെ. ഇതാണ് വീട്. ഇതിൻ്റെ അകം നൈസാണ്. പുറത്തു നിന്നാണ് വലിയ മെനയിലും അകത്ത് ഓക്കെയാണ്. ഇതെൻ്റെ മുറി, ഇത് അമ്മയുടെ മുറി, വാഷ്റൂം, അങ്ങനെയൊക്കെയാണ് സെറ്റപ്പ്. കുഴപ്പമില്ല, ഓൾമോസ്റ്റ് ഓക്കെയാണ്. വലിയ സാധനം നല്ലത്. ഇവിടെ വലിയ സാധനമൊക്കെ ഉണ്ട്. ഈ സാധനമൊക്കെ ഞാനിപ്പോഴാണ് മര്യാദയ്ക്ക് കാണണത്. ഇവിടെ നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നൈസാണ്. കാണിച്ചു തരാം കേട്ടോ. പുറത്തേക്ക് ഇങ്ങനെ വരുന്നു നമ്മൾ രാവിലെ. കിട്ടില്ല വ്യൂ എന്ന് നമുക്ക് തോന്നിപ്പോവും. ഇതിപ്പോൾ നല്ല കനത്തിൽ പെയ്യേണ്ട മഞ്ഞ്. സൂക്ഷിച്ച് നോക്കി കാണാം. കണ്ട കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ ഫുള്ളി സെറ്റാവും. അപ്പോൾ അതാണ് നമ്മുടെ ഈ തുടക്കം, ഇൻട്രൊഡക്ഷൻ അതല്ല. നല്ല ഇൻട്രൊഡക്ഷൻ ഞാൻ എടുക്കും, അതുവരെ വെയിറ്റ് ചെയ്യുക. അതാണ് എൻ്റെ പ്ലാൻ. യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ കുറേ നാൾ ആലോചിക്കുന്നു, പക്ഷേ മടി അങ്ങോട്ട് സമ്മതിക്കണില്ല. എന്താണെന്നറിയില്ല, തന്നെ വർത്താനം പറഞ്ഞ് ശീലമില്ല. ഇത് തന്നെ ബുദ്ധിമുട്ടി ഞാൻ എടുക്കണത്. അപ്പം നിങ്ങൾ വിചാരിക്കും അത്രയ്ക്ക് നീ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ അങ്ങനെയല്ലല്ലോ. ഒന്നുമില്ലെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ ഞാൻ തന്നെ എനിക്കിത് കാണണമെന്ന് തോന്നിയാലോ, ഞാൻ തന്നെ കാണണ്ടേ. നമ്മൾ ഷൂ ഒക്കെ ഊരി ഏതാ സ്ഥലത്ത് കൊണ്ടു വയ്ക്കുക, അല്ലെങ്കിൽ അമ്മ കാര്യമായി ചുമര് മേടിക്കും. നമ്മളെ ജാക്കറ്റൊക്കെ ഊരി അതിൻ്റെ അവിടുത്തെ യൂണിഫോം ഫ്രീ വേണം. എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല, ആരും കുഴപ്പമില്ല. ഇന്നൊക്കെ ചെയ്ത് സത്യം പറഞ്ഞാൽ ഇൻ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനിവിടെ കോളറിൻ്റെ അവിടെ ബട്ടൺ ഇടില്ല, കുറച്ച് പിന്നൊക്കെ കയറ്റി കിട്ടും. വെറുതെ കാശാരൊക്കെ പറഞ്ഞ ഹോട്ടലിൽ ഒരു ഇതേലെ കിടക്കട്ടെ ഇനി വിചാരിച്ചു. അപ്പം അങ്ങനെ. അപ്പം ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഡ്രസ്സ് മാറാം, ചായ ഉണ്ട്. സമയം എത്രയാണെന്ന് അറിയാൻ പാടില്ല. പണി നേരത്തെ കഴിഞ്ഞു. 4:30 വരെ ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ 2 മണിയൊക്കെ കഴിഞ്ഞു, 2:30 ആയപ്പോഴേക്കും തീർന്നു. ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇനിയിപ്പോൾ ബിസ്ക്കറ്റൊക്കെ ഇരിക്കുന്നുണ്ട്, ബിസ്ക്കറ്റൊക്കെ വരി തിന്നുക, കുറച്ച് നേരം വെറുതെ സിനിമയൊക്കെ നോക്കി കാണുക. ഏതൊരു സിനിമ ഞാൻ ഓൾറെഡി കണ്ട്. ഞാൻ നല്ല റൈഫിൾ ക്ലബ്ബും പണിയൊക്കെ ഇരുന്ന് രാത്രി വരെ ഇരുന്ന് കണ്ട്. പുതിയ ഏതെങ്കിലും സിനിമ ഇറങ്ങിയിട്ടുണ്ടോ നോക്കണം, ഇരുന്ന് കാണണം. അതാണ്. ഇവിടെ വേറെ എൻ്റർടൈൻമെൻ്റ് ഒന്നുമില്ല. ചേട്ടനുണ്ട്, കസിൻ ചേട്ടനുണ്ട്. ചേട്ടൻ പുള്ളി ബാൻഫിലാണ്. പുള്ളി ഇടയ്ക്ക് വരും. കഴിഞ്ഞ ദിവസം ഞാൻ പുറത്തൊക്കെ പോയിരുന്നു. അപ്പോൾ ചേട്ടൻ ഇന്ന് ചിലപ്പോൾ വരുമെന്നാണ് പറഞ്ഞത്. അപ്പം ചേട്ടൻ വരുമെന്ന് നോക്കണം. വന്നു കഴിഞ്ഞാൽ പുറത്ത് പോകും, ചായ കുടിക്കും, എന്തെങ്കിലും ഗ്രോസറിയൊക്കെ മേടിക്കും. ഇതൊക്കെ തന്നെ പരിപാടി. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ഇൻട്രോ വ്ളോഗല്ല, കുറച്ചുകൂടി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഞാനൊരു ഇൻട്രോ വ്ളോഗ് എടുക്കുന്നതാണ്. ഒന്നും സെറ്റായിട്ടില്ല, മീഷൊന്നൊരു സുഖമില്ല, സെറ്റാക്കണം. അപ്പം എല്ലാം കഴിഞ്ഞ് നല്ലൊരു ഇൻട്രോ എടുക്കുന്നതാണ്, ഒരു നല്ലൊരു വ്ളോഗ് സെറ്റാക്കുന്നതാണ്. അപ്പം അതുവരെ സ്റ്റേ ട്യൂൺ. യൂട്യൂബ് ചാനലിനും പേരില്ല, എങ്ങനെ ഇൻട്രോ തുടങ്ങണമെന്ന് അറിയില്ല. ഇതൊക്കെ സ്റ്റിൽ സെർച്ചിങ്ങിലാണ് ഞാൻ. പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് ഞാൻ തുടങ്ങാനൊരു കാരണം, എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുക്ക് ചെയ്യുന്ന സാധനം ചിലപ്പോൾ ഞാൻ മാത്രമേ ഇഷ്ടപ്പെടുള്ളൂ, ഞാൻ മാത്രമായിരിക്കും ചിലപ്പോൾ കഴിക്കുള്ളൂ. പിന്നെ എനിക്ക് എല്ലാവരും പറയണ പോലെ എനിക്ക് എല്ലാവരുടെയും റൂൾസ് ഫോളോ ചെയ്ത് ഇത്ര പൊടിയിടുക ഇത്ര അതൊന്നും എനിക്ക് പറ്റില്ല. എനിക്കിത് തോന്നുന്ന രീതിയിൽ ഞാൻ വാരിയിടും. അത് അങ്ങനെയാണ് സെറ്റപ്പ്. അപ്പോൾ അതൊക്കെ ഞാൻ ഇനി കാണിച്ചു തരാം പയ്യെ. ഇനി നമ്മൾ പുതിയ അക്കോമഡേഷനിലേക്ക് മാറുമല്ലോ, അപ്പോൾ സെറ്റപ്പായിട്ട് കാണിച്ചു തരാം. അവിടെ കുറച്ചുകൂടി, ഇവിടെ വലിയ സുഖമൊന്നുമില്ല, അവിടെ അത്യാവശ്യം വൈബായിരിക്കും. ഒക്കെ പുതിയ സെറ്റപ്പാണ്, അപ്പോൾ കുറച്ചുകൂടി നൈസായിരിക്കും. ഒരു ട്രൈപ്പോഡൊക്കെ മേടിക്കണം, അപ്പം അതൊക്കെ വെച്ചൊന്ന് സെറ്റാക്കാം. അപ്പോൾ കുറച്ചുകൂടി സെറ്റപ്പായിരിക്കും. പിന്നെ ഇവിടെ വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ, ഞാൻ സത്യം പറഞ്ഞാൽ കാനഡ ഇങ്ങനെ കുറച്ചെങ്കിലും എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു, കുറച്ചെങ്കിലും ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് ഇവിടെ വന്നേ പിന്നെയാണ്. ഏത് ക്യാൻമൂർ വന്നേ പിന്നെ. അപ്പം ഇവിടെ ആണെങ്കിൽ ഇവിടെ നിന്ന് ഗോൾഡൻ എന്ന് പറഞ്ഞിടത്ത് ചേട്ടൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ട്. അപ്പം അവിടേക്ക് പോകുമ്പോൾ നമുക്ക് പല ടെറൈൻസ്, ഒരു 100-120 കിലോമീറ്ററിൻ്റെ ഇടയിൽ നമുക്ക് 3 ടൈപ്പ് ടെറൈൻ കാണാം. മഴ, മഞ്ഞ്, വെയിൽ, 3 നമുക്ക് കാണാൻ പറ്റും ഒറ്റ രാത്രിയിൽ.
നൈസാണ് കാണുമ്പോൾ. ഇനി ഞാൻ കാണിച്ചു തരാം. ഇനി കുറേ വീഡിയോ ഒക്കെ എടുത്തിട്ട് കുറേയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നൈസായിരിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തേക്ക് ഇത് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഗൈസ്. ദിസ് ഇസ് മീ സച്ചിൻ സാൻഡോ. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇച്ചിരി ശോകമുണ്ടല്ലേ. ഒരു നല്ല പേരൊക്കെ കണ്ടുപിടിക്കണമായിരുന്നു. കുഴപ്പമില്ല. സൈനിങ് ഓഫ്. അപ്പോൾ ശരി, അടുത്ത വ്ലോഗിൽ കാണാം. ബൈ.